ഭരണങ്ങാനം ടൗണിന് സമീപത്തായിട്ട് ഒരു 600 മീറ്റർ ദൂരം അല്ലെങ്കിൽ 700 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വീതിയുള്ള ഒരു പഞ്ചായത്ത് റോഡരികിലിരിക്കുന്ന ഒരു 8 സെന്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ച് മുഴുവൻ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കർട്ടനൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖല. ആ വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില 56 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ പോകാം. ഈ ചാനൽ മീനച്ചിൽ ഹോംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളെ ഫോളോ ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അപ്പം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാം. ഭരണങ്ങാനത്തെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു നാടാണ് ഭരണങ്ങാനം. ഭരണങ്ങാനത്തിന് ടൗണിന് സമീപം കോട്ടയം ജില്ലയിൽ പാല ഈരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനം ടൗണിന് സമീപം ടൗണിൽ നിന്നും ഒരു 600 അല്ലെങ്കിൽ 700 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഈ ബിൽഡർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതിൽ ആദ്യമായിട്ടിരിക്കുന്ന പ്ലോട്ട്. ഏറ്റവും ആദ്യത്തെ വീടാണ്. ആദ്യത്തെ വീടിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഹൈവേയിൽ നിന്നും വെറും 600 അല്ലെങ്കിൽ 700 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന അത്യാവശ്യം നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാമുള്ള 8 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് 1500 സ്ക്വയർ ഫീറ്റുള്ള വീട്. കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള കാർ പോർച്ച് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു സിറ്റ് ഔട്ട്, ഫുള്ള് ഗ്രാനൈറ്റ് ഇട്ട നല്ലൊരു സിറ്റ് ഔട്ട് ഇവിടെ കാണുന്നുണ്ട്. ഫ്രണ്ട് ഡോറ് എല്ലാം തേക്ക് തന്നെയാണ്, തേക്കും തടി കൊണ്ട് തന്നെയാണ് ജനൽപ്പാളികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. നമുക്ക് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്വീകരണ മുറി, മൊത്തം കർട്ടൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയിൽ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ സൗകര്യങ്ങൾ എല്ലാം നിറഞ്ഞ രീതിയിലുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 56 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ. ഇപ്പോൾ യുദ്ധം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ മെറ്റീരിയൽ കോസ്റ്റുകൾ അതിഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമൻറ്റ്, കമ്പി എന്ന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭായിമാരെല്ലാം ഇപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ആയിട്ടൊക്കെ നാട്ടിലേക്ക് ഇലക്ഷനും പിന്നെ അവരുടെ പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ പണിക്കാരുടെ ക്ഷാമവും ഇപ്പോൾ നേരിടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു ബഡ്ജറ്റ് വീടുകൾ ഇനിയും ഇതുപോലെ തന്നെ നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് തന്നെ എല്ലാവരും സംശയിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്രയും നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല എല്ലാം ഒരു മീഡിയം ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ AC പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ കണക്ഷൻ ടോയ്ലറ്റുകളിലൊക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണ് എല്ലാം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടുള്ള കിച്ചണാണ്. അങ്ങനെ എല്ലാം നല്ല ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വീട് എന്ന് തന്നെ, ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വീട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, ഭരണങ്ങാനം ടൗണിലേക്ക് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നടന്നു പോകാം എന്നുള്ള രീതിയിൽ തന്നെ ഉള്ള നല്ല ഒരു വീടും സ്ഥലവും. ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായാൽ ഞങ്ങൾ ഈ ഫോൺ നമ്പർ വീഡിയോയുടെ ഒപ്പം ചേർത്തിട്ടുണ്ട്, ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് വന്ന് ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടി കണ്ട് പ്രോപ്പർട്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ വില നെഗോഷ്യബിളാണ്. ഉടമസ്ഥനുമായിട്ട് നേരിട്ട് വില നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ വില നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഡീല് ഉറപ്പിക്കാവുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഈ കോമ്പൗണ്ടിനുള്ളിൽ മീനച്ചിൽ ഹോംസ് വഴി വീടുകൾ ഡീല് നടന്നത് കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ലോൺ റെഡിയാക്കി കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലീഗൽ എല്ലാം പക്കയാണ്, കറക്റ്റാണ് എന്ന് 100%
ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലോൺ ശരിയാക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മനോഹരമായൊരു കിച്ചണിലേക്കാണ് പ്രവേശിച്ചത്. തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, അതിമനോഹരമായ കബോർഡ് വർക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. മൊത്തം തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ നിന്ന് വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുവാനും സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു വർക്ക് ഏരിയ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലമാരിയോ അല്ലെങ്കിൽ ടേബിൾ പോലെയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉള്ള ഉപയോഗങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണിത്. നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് ഇനി പുറത്തിറങ്ങേണ്ടതില്ല. അപ്പോൾ പാലാ ടൗണിലേക്ക് ഇവിടുന്നുള്ള ദൂരം ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരവും ഈരാറ്റുപേട്ടയിലേക്ക് ഒരു 7 കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ പൈക, അതുപോലെ തൊടുപുഴ റൂട്ടിലേക്ക് ഇറങ്ങുവാനൊക്കെ ആയിട്ടൊക്കെ ഈസി ആയിട്ടുള്ള ആക്സസ് ഉള്ള നല്ലൊരു മേഖലയിലാണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഈ വീടിനെ ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്ത മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. നല്ല റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി കഴിഞ്ഞിരിക്കുന്ന ഈ മേഖലയിൽ പഞ്ചായത്ത് റോഡരികിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ